is with the devil. ഇത് പറഞ്ഞിട്ട് ട്രോളാനൊന്നും വരണ്ട, ശരിക്കും നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും അധികം തിയേറ്ററുകളെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നാടാണ്. അപ്പോൾ അത് ഒരു ന്യൂസ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബാൽക്കണിക്ക് ഏകദേശം ഒരു വർഷം മുന്നേ വരെ വളപ്പൊട്ടുകൾ എന്താ പറയുക പശയിട്ട് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഈ കാണുന്ന രീതിയിലുള്ള 4 സബ്വൂഫറുകളും. അപ്പോൾ ഈ ഒരു 2 സർപ്രൈസിങ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മൾ തിയേറ്റർ ബാൽക്കണിയിലൂടെ കരുനാഗപ്പള്ളിക്കാരെ അറിയിക്കാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. ഇപ്പം ഞാനീ ഇരിക്കുന്നത് ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിലാണെന്നുള്ളത് നിങ്ങളിൽ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ബോധ്യമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തിയേറ്റർ ബാൽക്കണി എന്നാണല്ലോ. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള തിയേറ്ററുകളുടെ ബാൽക്കണികൾ കണ്ടാൽ ഉറപ്പായിട്ടും അതൊന്ന് സ്പെഷ്യലായിട്ട് തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണിക്ക് ഏകദേശം ഒരു വർഷം മുന്നേ വരെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ ഒരു 3 റോ സീറ്റ്, അതായത് ഏകദേശം ഈ ഒരു സ്പീക്കർ ഇരിക്കുന്ന ഈ ഒരു ഏരിയ വരെ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറുവശത്തും എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മിഡിൽ ഭാഗമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഈ ഒരു ബാൽക്കണി ഇവർ റിനോവേറ്റ് ചെയ്തപ്പം ഒന്ന് ട്രിം ചെയ്തിട്ട് ഈ കാണുന്ന ഒരു രീതിയിലേക്കാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും അധികം തിയേറ്ററുകളെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നാടാണ് കരുനാഗപ്പള്ളി. അതായത് ധാരാളം തിയേറ്ററുകളുണ്ട്, പക്ഷേ നല്ല തിയേറ്ററുകൾ, നല്ല സൗണ്ട് സിസ്റ്റമോ നല്ല പ്രൊജക്ഷനോ ഫാമിലി ആയിട്ട് ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തിയേറ്ററുകൾ ചുരുക്കമാണെന്നുള്ളൊരു പരാമർശം അല്ലെങ്കിൽ ഒരു പരാതി സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കേട്ടിരുന്നു. അപ്പോൾ ആ ഒരു പരാതി പരിഹരിച്ചുകൊണ്ട് വന്ന തിയേറ്ററാണ് നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ. ശരിക്കും പറഞ്ഞാൽ റിനോവേഷന് ശേഷം അടിമുടി മാറി എന്നുള്ളതാണ് ഈ ഒരു തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കരുനാഗപ്പള്ളിക്കാർക്ക് തന്നെ പറയാനുള്ളൊരു സംഭവം. എന്താണെന്ന് വെച്ചാൽ പണ്ട് ആ ഒരു പഴയ ടാക്കീസ് മോഡൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൽ നിന്ന് റിനോവേഷന് വേണ്ടി അടച്ചപ്പോഴും പലരും പ്രതീക്ഷിച്ചത് കുറച്ച് സീറ്റുകളൊക്കെ മാറി ചെറിയ രീതിയിലുള്ള പൊടി തട്ടിയൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയായിരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു ഏരിയയിലെ നമ്പർ 1 ഫാമിലി തിയേറ്ററായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഒരു കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം. തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ നിന്ന് ശാസ്താംകോട്ട ഭരണിക്കാവിലേക്കൊക്കെ പോകുന്ന വഴിയിലായിട്ടാണ് നമ്മുടെ ഒരു കൃഷ്ണ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. പഴയ കൃഷ്ണ തിയേറ്ററിന്റെ ഫോട്ടോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഒരു നീല കളറിൽ പെയിന്റ് ചെയ്തിട്ട് നടുവിലൊരു കൃഷ്ണന്റെ ഒരു എന്താ പറയുക ഒരു രൂപമൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പഴയ കൃഷ്ണ തിയേറ്ററിനെ എന്തായാലും ഈ നാട്ടുകാർ മറക്കാൻ സാധ്യതയില്ല. ആ ഒരു കൃഷ്ണന്റെ രൂപം എന്താ പറഞ്ഞ ആ ഒരു പേരിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ ഇപ്പോഴും ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ തന്നെ, അതായത് അതിനൊരു മാറ്റവും വരുത്താൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും ഇത് ആരെങ്കിലും വരച്ചതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വളപ്പൊട്ടുകൾ എന്താ പറയുക പശയിട്ട് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു കൃഷ്ണന്റെ ഈ ഒരു മനോഹരമായിട്ടുള്ള രൂപം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വ്യത്യസ്ത തരം ഓരോരോ പരീക്ഷണങ്ങളാണല്ലോ ഓരോ തിയേറ്ററുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മാനേജ്മെന്റ് ആ ഒരു പേരിനോട് നീതി പുലർത്തിക്കൊണ്ട് ഭക്തിയോടുകൂടി തന്നെ ആ ഒരു രൂപത്തെ അത്രയും ഭംഗിയായിട്ട് അവിടെ വെച്ചിരിക്കുന്നതിന് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ റീപെയിന്റ് ചെയ്തപ്പം ഇവർ തെരഞ്ഞെടുത്ത ഒരു കളർ കോമ്പിനേഷൻ ഇതും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ACP വർക്കും അതുപോലെ തന്നെ ഒരു പെയിന്റിങ്ങും ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ആ ഒരു എന്താ പറയുക സ്റ്റോൺ വർക്ക് പോലെ സൈഡിൽ കൂടി ചെയ്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. പുതിയ തിയേറ്ററുകൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു കളർ കോമ്പിനേഷൻ കൂടിയാണ്. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിയേറ്ററിന്റെ പാർക്കിങ്ങിലാണ്. 2 വശങ്ങളിലും ഫ്രണ്ടിലുമായിട്ട് പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ലോബിയുടെ ഉള്ളിലേക്കാണ്. വാഷ്റൂം സൗകര്യങ്ങൾ തിയേറ്ററിന്റെ ഇരുവശത്തുമായിട്ട് ഇവരെ ക്രമീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിന്റെ ലോബിയിലേക്ക് കയറുന്നതിനായിട്ട് സ്റ്റെയറുകളും അതുപോലെ തന്നെ വീൽ ചെയർ ആക്സസും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ച കാണാം. കൃഷ്ണ തിയേറ്ററിന്റെ ഈ ഒരു ലോബിയിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ കഫ്റ്റീരിയമാണ്. ടിക്കറ്റ് കൗണ്ടറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പാർട്ണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. UPI പേയ്മെന്റ് വഴിയും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ് വഴിയും നമുക്കിവിടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഗോൾഡ് 125 രൂപയും പ്ലാറ്റിനം 170 രൂപയും. അതിൽ പ്ലാറ്റിനം എന്ന് പറയുന്നത് ബാൽക്കണി ക്ലാസ് ആണ്. ബാൽക്കണിയിലേക്ക് നമുക്ക് ഈ ഒരു സൈഡിലെ സ്റ്റെയർ വഴി മുകളിലേക്ക് കയറി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ്, അതായത് ഗോൾഡ് ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു ഡോർ വഴിയാണ്. നേരത്തെ നമ്മുടെ കൃഷ്ണ തിയേറ്ററിന് അതായത് 2024 ജനുവരി വരെ തിയേറ്ററിന്റെ ആക്ച്വലി ഹാളിന്റെ ലെങ്ത് ഈ കാണുന്ന ഒരു തൂണിന്റെ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ.
തിയേറ്റർ നവീകരിച്ചപ്പം ലോബിയിലെ ഏരിയ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് വന്നിരിക്കാനും വിശ്രമിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാളിന്റെ ലെങ്ത് കുറച്ച് ലോബിയുടെ ഏരിയ വലുതാക്കിയിട്ടുള്ളത്. ആ ഒരു ലോബി വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ട് തന്നെ ഇവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോബിയിലുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഫ്റ്റീരിയ ആണ്. നമ്മൾ നോർമൽ തിയേറ്ററിലൊക്കെ കാണുന്ന രീതിയിലുള്ള കോഫി, ചിപ്സ്, സ്നാക്സ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആ ഒരു തിയേറ്റർ ക്യാൻറ്റീൻ്റെതായ പ്രൈസിങ്ങിൽ ലഭിക്കുന്ന ഒരു കഫ്റ്റീരിയ ആണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി കൃഷ്ണ തിയേറ്ററിൻ്റെ ഹാള്. ആക്ച്വലി 1969 തിരുമാൾ പെരുമൈ എന്ന ആ ഒരു തമിഴ് സിനിമ വെച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആയത്. അന്ന് ഇതൊരു ഓലക്കൊട്ടകയായിരുന്നു. അതിനുശേഷം 1978 കൽപ്പവൃക്ഷം എന്ന സിനിമ വെച്ചിട്ട് ഇതൊരു ടാക്കീസ് മോഡൽ ബിൽഡിംഗ് ആയിട്ട് മാറി. അതേ ടാക്കീസ് മോഡൽ ബിൽഡിങ്ങിലാണ് ഈ ഒരു തിയേറ്റർ 2024 നേരെ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നവരുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു തിയേറ്റർ റിനോവേഷന് വേണ്ടി അടയ്ക്കുകയും അതേ സെയിം സ്ട്രക്ചറിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ലോബിയുടെ ഏരിയ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു സ്ക്രീനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് ഈ ഒരു പ്രധാന സ്ക്രീൻ ഇപ്പം ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 45 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറാണിത്. എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് ഇവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയാതെ വയ്യ. അപ്പോൾ നിലവിൽ ഈ ഒരു ഹാളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായി, എന്താ പറഞ്ഞത്, നമ്മളൊരു പഴയ കൃഷ്ണ തിയേറ്റർ കണ്ട ഒരാൾ ഒരിക്കലും വിശ്വസിക്കില്ല ഇത് കൃഷ്ണ തിയേറ്ററിൻ്റെ ഓഡിറ്റോറിയം ആണെന്നുള്ളത്. അങ്ങനെ അടിമുടി മാറ്റമാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ഈ ഒരു പർപ്പിള് അതുപോലെ തന്നെ ബ്ലൂ, ഈ 2 കളറിലാണ് 2 വശങ്ങളിലും ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പർപ്പിൾ കളറിലുള്ള ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലും അതോടൊപ്പം ഒരു വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായ ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു ഹാൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 255 പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഗോൾഡ് എന്ന ക്ലാസ്സിലുള്ളത്. ഈ കാണുന്ന രീതിയിലുള്ള എല്ലാം പുതിയ സീറ്റുകളാണ് കേട്ടോ. പഴയ സീറ്റുകളോ അല്ലെ പഴയ ഐറ്റംസ് ഒന്നും ഈ ഒരു ഹാളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ സീറ്റുകളുടെ ക്വാളിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളി കംഫർട്ടായിട്ടിരിക്കാവുന്ന സീറ്റുകളാണ്. അതുപോലെ തന്നെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 125 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഹാളിൻ്റെ നടുവിലൂടെ വഴി കൊടുക്കാതെ ഹാളിൻ്റെ ഇരുവശത്തൂടിയാണ് വഴി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിഡിലിരുന്ന് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടായിട്ട് സിനിമ കാണാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ബാൽക്കണിക്ക് 2 വശങ്ങളിൽ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഏകദേശം ഈ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വരെയായിരുന്നു പഴയ ആ ഒരു ബാൽക്കണിയുടെ 2 വശങ്ങളും ഇങ്ങനെ നീണ്ടു നിന്നിരുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിലും ഈ 2 സീറ്റുകൾ വീതം ഇരിക്കാനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തിയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരുപക്ഷെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാനേ കോയമ്പത്തൂർ ഉക്കടത്തൊരു നാസ് തിയേറ്റർ ഉണ്ട്. ഈ ഒരു നാസ് തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പം ഇത്തരത്തിൽ ഈ സൈഡിലെ ബാൽക്കണിയുടെ സ്പേസ് ഒരു മിഡ് വരെ ഏകദേശം പകുതി വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും തിയേറ്ററിൽ ഇതുപോലെ ബാൽക്കണിക്ക് സൈഡിലേക്ക് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ കരുനാഗപ്പള്ളി നമ്മുടെ കൃഷ്ണ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ഭാഗം ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ബാൽക്കണി ഇപ്പോൾ അവർ റീസെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം, അതിന് കൂടുതൽ എഫക്റ്റ് നൽകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മിഴിവേകാനായിട്ട് സ്റ്റേജിൽ ഈ കാണുന്ന രീതിയിലുള്ള 4 സബ്വൂഫറുകളും അതുപോലെ തന്നെ ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 സബ്വൂഫറുകളും, അങ്ങനെ ആകെ മൊത്തം 6 സബ്വൂഫറുകൾ ഈ ഒരു ഹാളിൽ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഡോൾബിയുടെ ഈ സബ്വൂഫറുകൾക്കൊപ്പം എമിനൻസിൻ്റെ പുത്തൻ സൈഡ് സ്പീക്കറുകളുമാണ് ഈ ഒരു തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സൗണ്ടിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജഗൻ ചേട്ടനാണ്. വെൽ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് നമുക്ക് ഈ ഒരു തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NECയുടെ 2K ലേസർ പ്രൊജക്ഷനാണ് ഈ ഒരു തിയേറ്ററിലുള്ളത്. ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ്. എന്നെ ശരിക്കും ഈ ഒരു തിയേറ്ററിൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ സൗണ്ടോ പ്രൊജക്ഷനോ അല്ല, അതിനപ്പുറം ഈ ഒരു തിയേറ്ററിൻ്റെ വാൾ ടു വാൾ സിൽവർ സ്ക്രീനാണ്. ഗാലാലൈറ്റിൻ്റെ ഏറ്റവും പുതിയ മോഡൽ 3D കളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സിൽവർ സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 46 അടിയോളം വീതിയും അതുപോലെ തന്നെ ഏകദേശം 20 അടിക്ക് മുകളിൽ അല്ലെങ്കിൽ 24 അടിയോളം ഹൈറ്റുമുള്ളൊരു അത്യുഗ്രൻ സിൽവർ സ്ക്രീനാണ്. ആ ഒരു വാൾ ടു വാൾ സ്ക്രീൻ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു തിയേറ്റർ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമികളുടെ മനസ്സ് നിറയും. മാക്സിമം ഈ ഒരു ഹാളിൻ്റെ കപ്പാസിറ്റി അത്രയും തന്നെ ആ ഒരു സ്ക്രീനിലും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഹാളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണുന്ന രീതിയിൽ അത്യാവശ്യം വീതി നീളവും ഒത്ത ഒരു കുഞ്ഞൻ ബാൽക്കണിയോട് കൂടിയിട്ടുള്ളൊരു ഹാളാണ്. പഴയ ഹാളിന്
സ്ക്രീനിനെ ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത് ട്രിം ചെയ്തിട്ടാണ് ഇവിടുത്തെ ഒരു പ്രധാന സ്ക്രീൻ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 13 നിരകളിലായിട്ട് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു ഹാളിൽ പിന്നിലെ 9 നിര സീറ്റുകൾ ഒരു ഗാലറി ടൈപ്പിലും അതുപോലെ തന്നെ മുന്നിലെ 4 നിര സീറ്റുകൾ ഫ്രണ്ടിലേക്ക് ചെറിയൊരു സ്ലോപ്പോട് കൂടിയിട്ടുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇൻട്രോ പറഞ്ഞ ഇവിടുത്തെ ഒരു കുഞ്ഞൻ ക്യൂട്ട് ബാൽക്കണിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി പറയാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുഞ്ഞൻ ക്യൂട്ട് ബാൽക്കണി ഇതാണ് കേട്ടോ. നമ്മൾ ഇൻട്രോ പറഞ്ഞതും ഈ ഒരു ബാൽക്കണിയിൽ നിന്നാണ്. ആക്ച്വലി 3 നിരയിലായിട്ട് 54 സീറ്റുകളാണ് ഈ ഒരു ബാൽക്കണിയിലുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബാൽക്കണികളിൽ ഒന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബാൽക്കണി കൂടിയാണിത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 170 രൂപയാണ്. നമ്മൾ ധാരാളം തിയേറ്ററുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള മോഡൽ ആ ഒരു സീറ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് 2 സർപ്രൈസിങ് ആയിട്ടുള്ള ന്യൂസുകൾ പറയാനുണ്ട്. അത് കരുനാഗപ്പള്ളിക്കാർക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാകുന്ന ന്യൂസുകൾ തന്നെയായിരിക്കും. ഒന്ന്, നമ്മുടെ ഈ ഒരു കൃഷ്ണ തിയേറ്റർ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം, ഇത് കൂടാതെ മറ്റൊരു സ്ക്രീൻ കൂടി ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ വരാൻ പോകുന്നുണ്ട്. അതായത് ഈ ഒരു സ്ക്രീനിൻ്റെ പിൻഭാഗത്തായിട്ട് ഏകദേശം 150ഓളം സീറ്റുകളായിരിക്കും ആ ഒരു സെക്കൻഡ് സ്ക്രീനിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ന് ടെക്നിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ടോപ്പായിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും രണ്ടാമത്തെ സ്ക്രീനും പ്രവർത്തനം ആരംഭിക്കുക. അപ്പോൾ അത് ഒരു ന്യൂസ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയം അറ്റ്മോസ് ആയിട്ട് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ എന്ന സിനിമ വെച്ചിട്ട് ഈ ഒരു ഹാള് അറ്റ്മോസ് ആവേണ്ടിയതായിരുന്നു. ഇനി അധികം വൈകില്ല, ഉടനെ തന്നെ ഈ ഒരു ഹാളും അറ്റ്മോസ് ആക്കും. നിലവിൽ ഇതിൻ്റെ സൗണ്ട് ചെയ്ത സമയത്ത് അറ്റ്മോസ് ആക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഇട്ടിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു 2 സർപ്രൈസിങ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മൾ തിയേറ്റർ ബാൽക്കണിയിലൂടെ കരുനാഗപ്പള്ളിക്കാരെ അറിയിക്കാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. ഈ ഒരു ബാൽക്കണിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുമ്പം അത്യാവശ്യം ഡിസ്റ്റൻസിൽ ഇരുന്ന് സിനിമ കാണുന്നൊരു ഫീൽ പലർക്കും തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ക്രീനിൻ്റെ വലിപ്പത്തിൻ്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ ഈ ഒരു ഹാളിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളിവിടെ സിനിമ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ ശരിക്കും സ്ക്രീൻ നമ്മളോട് കുറച്ചുകൂടി അടുത്തേക്ക് വന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞിട്ട് ട്രോളാനൊന്നും വരണ്ട, ശരിക്കും നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ രാജു. ഇതിന് ഓപ്പോസിറ്റ് ബ്രദേഴ്സ് ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. എൻ്റെ ചെറുപ്പം മുതലേ അറിയാവുന്ന തിയേറ്ററാണ് കൃഷ്ണ തിയേറ്റർ. അന്നേ നല്ല സിനിമകളൊക്കെ വരുന്ന തിയേറ്റർ ആയിരുന്നു. ഇപ്പോൾ നവീകരിച്ചപ്പോൾ അതിനെക്കാട്ടി നല്ല മൾട്ടിപ്ലക്സ് തിയേറ്ററായി. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനായാലും എല്ലാം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള തിയേറ്ററാണ്. ഇപ്പോൾ കരുനാഗപ്പള്ളി നമ്പർ 1 തിയേറ്ററാണ്. പണ്ട് ഹൗസ്ഫുള്ളായിട്ട് പണ്ട് സംഘം, ചിത്രം, മണിച്ചിത്രത്താഴൊക്കെ നല്ല കളക്ഷനുള്ള സിനിമ, അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതൊക്കെ ചിത്രമൊക്കെ 100 ദിവസമൊക്കെ ഓടി തിയേറ്ററിൽ. അന്ന് മുതലേ ആൾ കയറുന്ന തിയേറ്ററാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന കരുനാഗപ്പള്ളി നമ്പർ 1 തിയേറ്റർ. പണ്ട് കാലത്ത് കരുനാഗപ്പള്ളി അമ്പലത്തെ ഉത്സവത്തിന് 10 ദിവസവും സ്പെഷ്യൽ ഷോ ഓടും. ഭാഷാ സിനിമ ഒക്കെ അന്ന് 12 മണി കഴിഞ്ഞ് ഷോ ഇടുമായിരുന്നു ഇവിടെ. അന്നും നല്ല ആളൊക്കെ. അന്ന് ആ കാലഘട്ടത്തിൽ സിനിമ ആയിരുന്നല്ലോ എല്ലാവർക്കും എൻജോയ്മെൻറ്റ്. അടുത്ത സമയത്ത് പോകുന്ന സിനിമയ്ക്കെല്ലാം നല്ല കളക്ഷനായിരുന്നു. നവീകരിച്ചതിന് ശേഷം നല്ല ആൾക്ക് വരുന്നുണ്ട്. ആൾക്കാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. നമസ്കാരം, ഞാൻ ബിജു. ഞാൻ കൃഷ്ണ തിയേറ്ററിൻ്റെ മാനേജറാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി. കൃഷ്ണ തിയേറ്ററിൻ്റെ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത് മൊഴിയിൽ ഗോപിനാഥൻ നായരാണ്. കഴിഞ്ഞ 50 വർഷത്തോളമായി അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ഇതിന് ഇടയ്ക്ക് നോൺ എ സി ആയിരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഡൗൺ ആയത്. ഇപ്പോൾ നമ്മൾ പുതിയ നവീകരണം വന്ന് മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എമ്പുരാനാണ് 27-ാം തീയതി വെച്ചിരിക്കുന്നത്. മാർച്ച് 27-ന് എമ്പുരാനാണ് വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും വന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. എല്ലാവിധ നൂതന സൗകര്യങ്ങളുമായി രണ്ടാമത്തെ തിയേറ്റർ ഉടൻ തന്നെ ഓപ്പൺ ആകും.
തിയേറ്റർ നവീകരിക്കുന്നവർ ഈ ഒരു കൃഷ്ണ തിയേറ്റർ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അധികമൊന്നും ആർഭാടങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ ഉള്ളത് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സ്ക്രീനായാലും സൗണ്ടായാലും പ്രൊജക്ഷൻ ആയാലും അവർ എന്താണോ ചെയ്തിരിക്കുന്നത് അത് മാത്രമേ അവർ അവകാശപ്പെടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കരുനാഗപ്പള്ളി ഭാഗത്തുള്ളവർക്ക് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് സിനിമ കാണാനായിട്ട് നമ്മുടെ കൃഷ്ണ തിയേറ്റർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.